Good morning, everybody. Take your EVS textbook. We take a new chapter today. Its name is A House to Live In. A House to Live In. അതാണ് ആ ചാപ്റ്ററിൻ്റെ നെയിം. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് 3 ബേസിക് നീഡ്സ് ഉണ്ടെന്ന്. ഏതൊക്കെയാണ് നമ്മുടെ വിചാരത്തെ? ഫുഡ്, ക്ലോത്ത് ആൻഡ് ഹൗസ്. ഇസിൻ്റെ അപ്പം നമ്മൾ ഫുഡിനെ പറ്റി പഠിച്ചു, ക്ലോത്തിനെ പറ്റിയും പഠിച്ചു. നമ്മുടെ ബേസിക് നീഡ്സിൽ ഫുഡിനെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു, ക്ലോത്തിനെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ തുടങ്ങുന്ന ചാപ്റ്ററാണ് ഇത്, ഹൗസിനെ പറ്റിയുള്ള ചാപ്റ്റർ. നമ്മുടെ ബേസിക് നീഡ്സിൽ ഒന്നായ ഹൗസ് നോക്കാം. All of us need a house to live in. A house protects us from heat, cold, rain, wind, dust, and animals. We live in our house with our family. Our house gives us shelter and keeps us safe. Yes. What about this chapter tells about needs of a house? അല്ലേ? എന്തിനാ നമുക്ക് വീട്? നമുക്ക് എല്ലാവർക്കും വീട് ആവശ്യമാണ് അല്ലേ? വീട് ആവശ്യമാണ്. എന്തിനാണ് നമുക്ക് വീട്? അതെ, എ ഹൗസ് പ്രൊട്ടക്ട് us ഫ്രം ഹീറ്റ്, കോൾഡ്, റെയിൻ, വിൻഡ്, ഡസ്റ്റ് ആൻഡ് ആനിമൽസ്. ഒരു വീടുള്ളത് കൊണ്ടാണ് നമ്മൾ ചൂടില്ലാതെ അല്ലെങ്കിൽ മഴ കൊള്ളാതെ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന്, നമ്മളിപ്പം ഒരു വീടില്ലാതെ ഒരു പൊതുസ്ഥലത്താണുള്ളതെങ്കിലോ നമുക്ക് എല്ലാത്തിൽ നിന്നും ചിലപ്പം പ്രശ്നങ്ങളായിരിക്കും അല്ലേ? ഓരോ പ്രശ്നങ്ങളും നേരിടും. പക്ഷേ അടച്ചുറപ്പുള്ളൊരു വീടുണ്ടെങ്കിലോ, നല്ലൊരു വീടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, എ ഹൗസ് പ്രൊട്ടക്ട് us ഫ്രം ഹീറ്റ്, കോൾഡ്, റെയിൻ, വിൻഡ്, ഡസ്റ്റ് ആൻഡ് ആനിമൽസ്. We live in our house with our family. Our house gives us shelter and keep us safe. മാത്രമല്ല നമ്മൾ വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ നമ്മുടെ ഫാമിലിയോടൊപ്പമാണ് അല്ലേ? വിത്ത് അവർ ഫാമിലി. ആ ഫാമിലിയോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഷെൽറ്റർ ആൻഡ് സേഫ്. നമ്മൾ കുറച്ചുകൂടി സേഫാണ് അല്ലേ? നമ്മുടെ ഫാദറിനും മദറും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഹൗസിലാവുമ്പോൾ അല്ലേ? അപ്പം നമ്മൾ എന്താവും? കുറച്ചുകൂടി നമുക്ക് എന്ത് തോന്നും? സേഫാണ്. നമ്മൾ കുറച്ചുകൂടി സേഫാണ്. നമ്മളാരും ഉപദ്രവിക്കില്ല അല്ലെ, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഹൗസിലാകുമ്പോൾ അല്ലേ? അപ്പം നമുക്ക് ഹൗസ് എന്ത് തരുന്നു? ഗിവ് ഷെൽറ്റർ ആൻഡ് കീപ്സ് us സേഫ്. നമ്മൾ സേഫ് ആവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ വീടിനുള്ളിലാകുമ്പോൾ അല്ലേ? ഇനി എന്താ പറയുന്നത്? ടൈപ്സ് ഓഫ് ഹൗസസ്. ടൈപ്സ് ഓഫ് എന്തൊക്കെ തരത്തിലുള്ള ഹൗസുകളാണുള്ളത് നോക്കാം. There are two types of house. two types of house. Which are they? Pakka house and kacha house. Yes. Pakka house and kacha house. അതാണ് two types of house. Which are the Pakka house and kacha house. People build house according to their needs. അതെ, നമ്മൾ വീട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് അല്ലേ? ഓരോരോ ഫാമിലിയും വീട് ഉണ്ടാക്കുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ്. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എങ്ങനത്തെ വീട് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലേ? ഓരോ ഫാമിലിയാണ്. അപ്പം അപ്പുറത്തുള്ളവരെ നോക്കിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങളും നമുക്ക് ഏത് തരത്തിലുള്ള വീടാണ് ആവശ്യമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു എത്ര ടൈപ്സ് ആണുള്ളത്? 2 types of house. Which are the Pakka house and kacha house. Okay. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് കച്ച ഹൗസ്. കച്ച ഹൗസ് എങ്ങനെയുള്ള വീടാ കച്ച ഹൗസ് നോക്കാം. കച്ച ഹൗസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മഡ്, straw,
wood, bamboo and clay. These houses are not very strong. They can be broken and rebuilt easily. ഫസ്റ്റ് പറയുന്നത് കച്ച ഹൗസസ് ആണ്. കച്ച ഹൗസസ് നോക്കൂ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കച്ച ഹൗസിൻ്റെ. നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകും എങ്ങനെയുള്ളതാണ് കച്ച ഹൗസ്. മെയ്ഡ് അപ്പ് ഓഫ് മഡ്, സ്ട്രോ, വുഡ്, ബാംബൂ ആൻഡ് ക്ലേ. അതെ, എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹട്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ഹട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്, കുടിൽ, പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഈ വലിയ വീടൊന്നും വലിയ വീട് നിർമ്മിക്കാൻ അതിനനുസരിച്ചുള്ള ചിലവ് വരും അല്ലേ? പണ്ടുള്ള ഫാമേഴ്സിൻ്റെ അടുത്തൊന്നും അധികം പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ താമസിക്കുന്ന തരത്തിലുള്ള വീടുകൾ, അതെന്തുകൊണ്ടായിരിക്കും? അവർക്ക് അവരുടെ കൃഷിയിടത്തിൽ നിന്ന്, അവരുടെ ഫാമിൽ നിന്ന് തന്നെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വീട് നിർമ്മിക്കുന്നത്. പൈസയൊന്നും കൊടുക്കാതെ ആ ഫാമിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച്. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ മഡ് എന്താ? ചളി. അല്ലെങ്കിലോ നമ്മുടെ നെല്ലിൻ്റെ കറ്റ എന്ന് പറയില്ലേ, നമ്മുടെ നെല്ല് കൊയ്തതിന് ശേഷം ആ നെൽക്കതിർ എടുത്ത് ബാക്കി വരുന്ന നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്ന ആ കറ്റ, അല്ലെങ്കിൽ വൈക്കോൽ അല്ലേ? വൈക്കോൽ എന്ന് പറയും നമ്മൾ. ആ വൈക്കോൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിലോ അവർ അവിടെ നിന്ന് കിട്ടുന്ന ചില മരത്തടികൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല മുളയിൽ ബാംബു കുറച്ച് സ്ട്രോങ് ആയ ഒരു ട്രീ ആണ്. ആ ട്രീ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കളിമണ്ണ്, ഈ നമ്മുടെ ചുമരിനൊക്കെ സിമെൻ്റ് ഒന്നും ഉപയോഗിക്കാതെ കളിമണ്ണൊക്കെ ഉപയോഗിച്ച് അവർക്ക് കിട്ടുന്ന ചെറിയ 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 സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? കച്ച ഹൗസസ്. ഓക്കെ, നോക്കൂ, കച്ച ഹൗസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മഡ്, സ്ട്രോ മീൻസ് വൈക്കോൽ, വുഡ്, ബാംബൂ ആൻഡ് ക്ലേ. പക്ഷെങ്കിലോ ദീസ് ഹൗസസ് ആർ നോട്ട് വെരി സ്ട്രോങ്. പക്ഷെ ഇതെന്തല്ല? നോട്ട് വെരി സ്ട്രോങ്. ദേ ക്യാൻ ബി ബ്രോക്കൺ ആൻഡ് റീബിൽഡ് ഈസിലി. എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പെട്ടെന്ന് ദേ ക്യാൻ ബി ബ്രോക്കൺ, പെട്ടെന്ന് നശിച്ചു പോകും. ഒരു കാറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്? റീബിൽഡ് ഈസിലി. ഈ നമ്മുടെ ചുറ്റും കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഈ കച്ച ഹൗസ് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ഡിസ്ട്രോയിഡ് ആയാൽ റീബിൽഡ് ചെയ്യാനും ഈസിയാണ്. അവിടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കത് വീണ്ടും എന്ത് ചെയ്യാം? റീബിൽഡ് ചെയ്യാം. അത്തരത്തിലുള്ള ഹൗസുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? കച്ച ഹൗസസ്. നെക്സ്റ്റ്, പക്ക ഹൗസസ്. Pakka houses are made up of bricks, cement, steel and concrete. Mixture of cement, sand, small stones and water. These houses are very strong. They are mostly built in cities and towns. There are many types of pakka houses. Next, pakka houses. Pakka houses nu parna endha? Pakka houses are made up of bricks, സിമെന്റ്, സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. അതെ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തരം വീടുകൾ. ഇപ്പം നിങ്ങളെ വീട് തന്നെ നോക്കൂ, എന്തുണ്ട്? സിമെന്റ് കൊണ്ടും സ്റ്റോൺ കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും ഒക്കെ നിർമ്മിച്ച വീടുകളാണല്ലേ? അത്തരം വീടുകൾക്ക് നമ്മൾ എന്ത് പറയാ? പക്ക ഹൗസസ്. അപ്പോൾ ഈ വീടിൻ്റെ വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ദിസ് ഹൗസ്? ദീസ് ഹൗസസ് ആർ വെരി സ്ട്രോങ്. എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്നൊന്നും അതിന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ദേ ആർ മോസ്റ്റ്ലി ബിൽറ്റ് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. അതെ, ഇത്തരം വീടുകൾ എവിടെയാണ് അധികവും? സിറ്റീസ് ആൻഡ് ടൗൺസ്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് പക്ക ഹൗസസ്. ഇനി ഈ പക്ക ഹൗസസിൽ തന്നെ പലതരത്തിലുള്ള വീടുകളുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ട് പക്ക ഹൗസസ്. ഏതൊക്കെയാണത് നോക്കാം.
tall multi-storied buildings which have many houses are called apartments or flats are built in cities. Lift is used to go from one floor to another floor. നമ്മൾ വലിയ ഇപ്പോൾ കോഴിക്കോടൊക്കെ സിറ്റിയിൽ പോയാൽ നമ്മുടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ കാണാം അല്ലേ, ആളുകൾ താമസിക്കുന്ന വീടുകൾ. എന്താ നമ്മൾ അതിന് പറയാ? ഫ്ലാറ്റ് അല്ലേ. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ നിലകളുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ എന്തുള്ള multi-storied buildings which have many houses are called apartments or flats are built in cities അല്ലേ. അപ്പം ആ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സിൽ കുറേ സോ മെനി ഹൗസസ് അല്ലേ, കുറേ ഹൗസസ് ഉണ്ടാവും. ആ ഫ്ലാറ്റിൽ കുറേ ഫാമിലികളാണ് താമസിക്കുന്നത്, ഓരോ സെക്ഷനായിട്ട്. അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയുക? അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഫ്ലാറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ലിഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ഗോ ഫ്രം വൺ ഫ്ലോർ ടു അനദർ ഫ്ലോർ. ലിഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ഗോ ഫ്രം വൺ ഫ്ലോർ ടു അനദർ ഫ്ലോർ. നെക്സ്റ്റ് എന്താ? പക്ക ഹൗസിൽ വേറൊരു ടൈപ്പ് ഹൗസാണ്, അനദർ ടൈപ്പ് ഓഫ് ഹൗസ് which is the bungalows are big houses with many rooms, car parking area and lawn in the front. Yes, these types of house have many rooms. These bungalows have many rooms. കുറേ റൂംസ് ഉണ്ട്. പിന്നെ കാർ പാർക്കിംഗ് ഏരിയ, ലോൺ ഇൻ ദ ഫ്രണ്ട്. ലോണ് പുല്ലൊക്കെ വളർത്തുന്ന സ്ഥലമില്ലേ, അതിനാണ് നമ്മൾ ലോൺ എന്ന് പറയാം. മുറ്റത്ത് പുല്ല് വളർത്തുന്ന സ്ഥലമൊക്കെ ഇല്ലേ, നമ്മുടെ നാട്ടിൽ കാണുന്ന ചില വീടുകൾ അങ്ങനെയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ബംഗ്ലോ. എന്താ പറയാ? ബംഗ്ലോ. Bungalows are big houses with many rooms, car parking area and lawn in the front. Okay. Some houses are single storied and some are double storied. ഇതിൽ തന്നെ ഈ ബംഗ്ലോയില് നമ്മൾ എന്താണ്? സിംഗിൾ സ്റ്റോറേഡ് ആൻഡ് സം ആർ ഡബിൾ സ്റ്റോറേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ സ്റ്റോറേഡ്, ചില വീട് സിംഗിൾ സ്റ്റോറേഡ് ആണ്, ചിലത് ഡബിൾ സ്റ്റോറേഡ് ആണ്. ഒരു നില, ചിലത് 2 നില വീടുകളാണ്. അതാണ് പറഞ്ഞത് സിംഗിൾ സ്റ്റോറേഡ് ആൻഡ് ഡബിൾ സ്റ്റോറേഡ്. അപ്പോൾ പക്ക ഹൗസ് പഠിച്ചോ. അതിൽ 2 different types of house പഠിച്ചു. വിച്ച് ആർ ദേ? അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ്, ബംഗ്ലോസ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടെമ്പററി ഹൗസസ്. എന്താ ഈ ടെമ്പററി ഹൗസസ് എന്ന് പറഞ്ഞാല്? Houses that can be moved easily from one place to another are called temporary houses. നമ്മുടെ വീടൊക്കെ ഇപ്പം അവിടെ ഉറപ്പിച്ചതാണ് അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ ചിലതരം വീടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ താമസിക്കുന്ന ചിലതരം വീടുകളെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോകാം. അവിടെ വേറെ സ്ഥലത്തിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഹൗസുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? ടെമ്പററി ഹൗസ്. മൂവ്ഡ് ഈസിലി ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ടെന്റ്, ഹൗസ് ബോട്ട് ആൻഡ് കാരവാൻ ആർ സം എക്സാമ്പിൾസ് ഓഫ് ടെമ്പററി ഹൗസ്. ടെന്റ് കണ്ടിട്ടില്ലേ? നമ്മൾ ഈ കാട്ടിലൊക്കെ ടൂർ പോകുന്നവരൊക്കെ ടെന്റ് മാതിരി കിട്ടും. അത് എന്താക്കാം? നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്കത് അഴിച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള വീടുകൾ ടെന്റ്. ഈ സോൾജിയേഴ്സ് ആൻഡ് ക്യാമ്പേഴ്സ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോൾജിയേഴ്സ് ഒക്കെ
ഒരു ദിവസം ഒരു സ്ഥലത്താണെങ്കിൽ അവർക്ക് പിറ്റേ ദിവസം വേറൊരു സ്ഥലത്തായിരിക്കും ഡ്യൂട്ടി അല്ലെങ്കിൽ താമസിക്കേണ്ടി വരിക. അപ്പം ആ ചിലപ്പം ഭയങ്കര ഫോറസ്റ്റിലൊക്കെ ആയിരിക്കും ചിലപ്പം ഡ്യൂട്ടി ഉണ്ടാവുക. അവിടെ വീടൊന്നും ഉണ്ടാകണമെന്നില്ല അല്ലേ. അപ്പം ഈ സോൾജേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ടെൻറ്റ്. അപ്പം അവർക്ക് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ അവിടെ ആ ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കാം. പിന്നെ അവിടെ നിന്ന് മാറുമ്പോൾ ആ മാറുന്ന സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യാൻ പറ്റും. അത്തരം വീടുകൾക്ക് ടെൻറ്റ് എന്ന് പറയും. പിന്നെയോ സോൾജേഴ്സ് they carry tents to live in. Tents are made up of fabrics like nylon or canvas. എന്തുകൊണ്ടാണ് ടെൻറ്റ് ഉണ്ടാക്കുന്നത്? നൈലോൺ നൂല് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് മാതിരിയുള്ള നമ്മൾ പഠിച്ചില്ലേ ക്യാൻവാസ്, കട്ടിയുള്ള തുണികൾ കൊണ്ടൊക്കെയാണ് എന്തുണ്ടാക്കുന്നത്? ഇത്തരം ടെൻറ്റുകൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, ഹൗസ് ബോട്ട്സ് ആർ houses made on boats that float on water bodies like lake. നെക്സ്റ്റ് ഉള്ളത് ഹൗസ് ബോട്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ടൂറിസം മേഖലയിലൊക്കെ, ടൂറിസം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ഈ ഹൗസ് ബോട്ട്. കേരളത്തിന് ടൂറിസത്തിൻ്റെ വഴി ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഹൗസ് ബോട്ട്. ആലപ്പുഴ ആ ഭാഗത്തൊക്കെ എന്ത് കാണാം? നമുക്ക് ഹൗസ് ബോട്ടുകൾ കാണാം. ഹൗസ് ബോട്ട്സ് ആർ ഹൗസസ് മെയ്ഡ് ഓൺ ബോട്ട്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്ക്. വെള്ളത്തിലുള്ളതാണ് അല്ലേ. 3-4 ബോട്ടുകൾ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഹൗസ് പോലെ നിർമ്മിക്കാം. എന്നിട്ടോ അതിൽ ഒരു ഹൗസിലുണ്ടാകുന്ന എല്ലാ സൗകര്യങ്ങളും ആ ഹൗസ് ബോട്ടിലുണ്ടായിരിക്കും. കിച്ചൺ, ബെഡ്റൂം, ടോയ്ലറ്റ്, അതുപോലെ ഒരു ഹൗസിലുള്ള എല്ലാ ഫെസിലിറ്റീസുകളും ആ ഹൗസ് ബോട്ടിലുണ്ടായിരിക്കും. ഹൗസ് ബോട്ട്സ് ക്യാൻ ബി സീൻ ഇൻ ദാൽ ലേക്ക് ഇൻ ശ്രീനഗർ ആൻഡ് ഇൻ കേരള. പ്രധാനമായും നമ്മൾ ഹൗസ് ബോട്ടുകൾ കാണുന്നത് കാശ്മീർ അല്ലെങ്കിൽ ശ്രീനഗർ, ദാൽ ലേക്കിലെ ശ്രീനഗറിലെ ദാൽ ലേക്കിലാണ്. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ടീച്ചർ പറഞ്ഞാലോ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയിലെ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഹൗസ് ബോട്ട്സ്. നെക്സ്റ്റ്, എ ഹൗസ് ഓൺ വീൽസ് ഈസ് കോൾഡ് കാരവാൻ. വണ്ടിയിൽ വീൽസുകൾ ഉള്ള ഒരു ഹൗസ്, അതാണ് കാരവാൻ. ഈ പ്രധാനമായിട്ടും ഈ സിനിമ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സിനിമ ആക്ടേഴ്സ്, അവരാണ് ഈ പ്രധാനമായിട്ടും ഈ കാരവാൻ ഉപയോഗിക്കുന്നത്. കാരണം അവരെ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പം അവർക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല അല്ലേ. വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അവരെല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ, ഒരു ഹൗസ് തന്നെയാണത്. എല്ലാ സൗകര്യങ്ങളും ഒരു ഹൗസിൻ്റെതായ ഫെസിലിറ്റീസുകളെല്ലാം ഉള്ളൊരു people who keep moving from one place to another live in caravans. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനൊന്നും പറ്റാത്തവർ പ്രധാനമായും ഉപയോഗിക്കുന്നൊരു മാർഗമാണ് ഇത്, ഈ കാരവാൻ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കുക എല്ലാവരും. ഓക്കെ, ബൈ.